أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. സൂറ അൽ ബഖറയിലെ 152 ആയത്തിൻ്റെ അർത്ഥം: നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ളൊരു ദൂതനെ നാം നിങ്ങളിൽ നിയോഗിച്ചതുപോലെ. സയ്യിദുന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം അയക്കപ്പെട്ട പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ആ പ്രവാചകനിലൂടെ പരിശുദ്ധമായൊരു ജമാഅത്ത് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിരുന്നത് വെറും ഒരു പ്രവാചകനെ മാത്രം അള്ളാഹു നിയോഗിക്കണമെന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹം മുഖേന പരിശുദ്ധമായൊരു ജമാഅത്ത് കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയുടെ പൂർത്തീകരണം ഒരു പ്രവാചകൻ അയക്കപ്പെടുകയും ആ പ്രവാചകൻ മുഖേന പരിശുദ്ധമായൊരു ജമാഅത്ത് രൂപീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ ദുആ പൂർത്തിയാകുന്നത്. ഹുസൂർ പറയുന്നു, ലോകത്ത് ഇന്ന് നിരവധി മതങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഓരോ പ്രവാചകന്മാരുടെയും വിയോഗത്തിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ക്രൈസ്തവ മതവും ഈ അടുത്ത കാലത്താണ് രൂപീകരിക്കപ്പെട്ടത്. അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവത്തിൻ്റെ മകനായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു മനുഷ്യന് ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരാൾക്ക് ദൈവമായി തീരാൻ സാധിക്കില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് തൗറാത്തിൽ അദ്ദേഹം പരിപൂർണമായിട്ടുള്ള മാതൃകയാണെന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും ഈസാ നബിയെക്കുറിച്ചും അവരുടെ മതഗ്രന്ഥങ്ങളുടെ കൽപ്പനകളുടെ പിന്നിലുള്ള ഹിക്മത്തുകൾ, തത്വജ്ഞാനം വിവരിക്കുന്നവരാണെന്ന് പറയുന്നില്ല. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്നാണ്. അതായത് ആ പ്രവാചകൻ നിങ്ങൾക്ക് ദൈവിക കൽപ്പനകൾ പഠിപ്പിച്ചു നൽകുകയും അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, തത്വജ്ഞാനം പറഞ്ഞു തരികയും ചെയ്യുന്നതാണ്. മറ്റുള്ള മതങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാം വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴു ലോകത്തും ഒരു മാതൃകയായിക്കൊണ്ടാണ് അയക്കപ്പെട്ടത്. ഒരിക്കലും തന്നെ നിർബന്ധപൂർവം ഒരു കൽപ്പനയെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നില്ല. മറിച്ച് ഒരു കൽപ്പന നൽകുകയാണെങ്കിൽ അതിൻ്റെ അനുയായികളിൽ വിശ്വാസവർദ്ധനവിനായി ആ നൽകിയ കൽപ്പനയിൽ എന്തെല്ലാം പ്രയോജനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഹിക്മത്ത് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയിൽ സൂറ ബഖറയിലെ 130 ആയത്തിൽ ഇപ്രകാരമാണ് അള്ളാഹു പറയുന്നത്: റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ഗ്രന്ഥങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവർ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാണ്. ഈ ദുആയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം വചനങ്ങൾ കേൾപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നീട് ഗ്രന്ഥം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഹിക്മത്ത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനുശേഷമാണ് അവരെ പരിശുദ്ധീകരിക്കുന്നു, അവരെ സംസ്കരിക്കുന്നു എന്ന കാര്യം പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ആയത്തിൽ ആദ്യം ആയത്ത് കേൾപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നീട് അവരെ സംസ്കരിക്കുന്നതിനെക്കുറിച്ചും അതിനുശേഷമാണ് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ, ഈ ക്രമത്തിൽ ഒരു വ്യത്യാസം വന്നത് എന്നുള്ളതാണ്. ഇതിന് മറുപടിയായിക്കൊണ്ട് ഹുസൂർ പറയുന്നു, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയിൽ ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ പ്രവർത്തന രീതിയുടെ ക്രമങ്ങളാണ് വിശദീകരിച്ചത്. അതായത് ആദ്യം അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾപ്പിക്കുന്നു, അതായത് അവരുടെ മുമ്പിൽ വെളിപാടുകൾ വെക്കുന്നു.
പിന്നീട് അതിനെ സഹായിക്കുന്ന വിധത്തിലുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമുകളും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളും സമർപ്പിക്കുന്നു. അതിനുശേഷം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ അവതരിക്കുന്നതനുസരിച്ച് കൊണ്ട് അത് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഹിക്മത്തുകളും തത്വജ്ഞാനവും വിശദീകരിക്കുന്നു. അവസാനം ആ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും തത്വജ്ഞാനങ്ങളും എല്ലാം കേട്ടതിന് ശേഷം ആ ജമാഅത്തിനെ, ആ സമൂഹത്തെ സംസ്കരിക്കുന്നു, അവരെ പരിഷ്കരിക്കുന്നു. അതിൻ്റെ ഫലമായി അവർ മറ്റുള്ളവരിൽ വിജയിയായി മാറുന്നു. ഈ ക്രമമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയിലുള്ളത്. എന്നാൽ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു മറ്റൊരു ക്രമമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ഈമാനുമായി, ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതിനുശേഷം ഭൗതിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു. തസ്കിയ അഥവാ സംസ്കരിക്കുക, പരിഷ്കരിക്കുക ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഗ്രന്ഥപാരായണവും ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഈമാനുമായും ആത്മീയതയുമായി ബന്ധമുള്ള കാര്യത്തെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മഅരിഫത്ത് അഥവാ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കാൻ ആദ്യം അവന് വേണ്ടത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ കണ്ട് തിരിച്ചറിയാനുള്ള ദൃഷ്ടികളാണ്. രണ്ടാമതായി ആ ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ട് അവനിൽ പരിശുദ്ധമായൊരു മാറ്റം ഉണ്ടാകണം. ഹൃദയം അള്ളാഹുവിൻ്റെ അർശായി മാറണം. ആ രീതിയിൽ മഅരിഫത്തിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. അതിലൊരു വിധത്തിലുള്ള ന്യൂനതകളും പിന്നീട് അവശേഷിക്കുന്നില്ല. അപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവനായി മാറുന്നു. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു ആദ്യം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുന്നതിനെക്കുറിച്ചും ഹൃദയം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. അതിനുശേഷമാണ് തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ബൗദ്ധികമായിട്ടുള്ള അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ അവസാനം വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയ എല്ലാ കൽപ്പനകളും അതിൻ്റെ ഹിക്മത്തുകളും അതിൻ്റെ തത്വജ്ഞാനങ്ങളും യഥാർത്ഥ ലക്ഷ്യമല്ല. യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് തസ്കിയ നഫ്സ്, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്വായത്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.